അതെ, പാളിപ്പോയൊരു ബീച്ച് യാത്രയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഏട്ടൻ വന്ന സമയത്ത് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ശംഖുമുഖത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് ഞാനും യാശു ഏട്ടനും കൂടിയിട്ട് ഇറങ്ങി നമ്മൾ ശംഖുമുഖത്ത് ഞങ്ങൾ അന്നൊരിക്കൽ പോയ സമയത്ത് അവിടെ നിന്നൊരു റൂഫ് ടോപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടോ. അന്ന് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ശരി, എന്നാൽ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ശംഖുമുഖത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ നല്ല നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ പാതിയ മഴയുണ്ടായിരുന്നു. ഞാൻ ആ മഴയാണ് ഈ കാണിച്ച് തരുന്നത്, പക്ഷെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ചെറിയ തുള്ളി മഴ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളവിടെ എത്താറായപ്പോഴേക്കും അത്യാവശ്യം മഴ. ഇതാ കണ്ടോ, എൻ്റെ മുഖത്തൊക്കെ ചെറിയ തുള്ളികൾ വന്ന് നടക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ പിന്നെ തീരുമാനിച്ചു, വേണ്ട ഇനി ബീച്ചിലേക്ക് പോകണ്ട, തിരയൊക്കെ ഭയങ്കര ശക്തമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കതിൽ ഈ വോയിസിൽ കേൾക്കുന്നുണ്ടാവും. യാശു പക്ഷെ അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നല്ലോ. കുറേ നേരം അവിടെ നിന്നിട്ട് എല്ലാ വേവ്സും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ എത്ര വിളിച്ചിട്ട് അവൻ വരണ്ടായിരുന്നില്ല. കുറേ നേരം നമ്മൾ പറഞ്ഞ് യാശു അവിടെ പോയ യേശു, ഇവിടെ പോയ യേശു, ഫുഡ് തീരെ യേശു, മന്തി കഴിക്കാൻ യേശു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവനെ ഒന്ന്. പിന്നെ അവിടെ അപ്പുറത്ത് നിന്നൊരു ചേട്ടൻ, ഞാനിങ്ങനെ കിടന്ന് വിളിക്കുന്ന കേട്ടിട്ട് അപ്പുറത്ത് നിന്ന് ചേട്ടൻ പറഞ്ഞു, മോനെ ഇപ്പോൾ അമ്മ വിളിക്കല്ലേ, ഇവിടെ ഇനി നിൽക്കല്ലേ, പോലീസ് വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ദൂരം അപ്പോഴേക്കും പെരുമഴയായി. പിന്നെ എൻ്റെ വണ്ടിയിൽ എൻ്റെ റെയിൻകോട്ടും യാശുക്കുട്ടിൻ്റെ റെയിൻകോട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതെടുത്തിട്ടു. എന്നിട്ടും പിന്നെ ഞങ്ങൾ അവിടെ സൈഡിൽ നിന്നു. ഈ മഴയത്ത് പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ കയറി 2 ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ യാശു കുശാലാക്കി. ഏട്ടൻ പാവം റെയിൻകോട്ടും ഇല്ലാണ്ട് തണുത്ത് വറച്ച് നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ശംഖുമുഖം പ്ലാനൊക്കെ മാറ്റിയിട്ട് നേരെ നമ്മൾ പാളയം ബാർബിക്യൂ സ്പേസിലേക്കാണ് വന്നത്. നമ്മൾ മന്തി കഴിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്തല്ല നമ്മൾ ഇവിടേക്കാണ് വരിക. വിശ്വസിച്ച് കഴിക്കുക ചെയ്യാം, നല്ല ടേസ്റ്റിലും കഴിക്കാം. അതുപോലെ വേറൊന്നുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല. നമ്മൾ ഇവിടെ രണ്ടിടത്തുമാണ് മെയിനായിട്ട് മന്തി കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഇരിക്കുന്നൊരു സീറ്റുണ്ട്, ആ ബാക്കിലത്തെ ഒരു സോഫ. അതിങ്ങനെ വലിയ സാധനമായിട്ട് നമുക്ക് യാശുവിനൊക്കെ ഇരുത്തി കഴിക്കാനൊക്കെ നല്ല കംഫർട്ടബിളായിരുന്നു. പക്ഷെ അവിടെ ആൾക്കാരായിരുന്നു. 2 കുട്ടികൾ ഇപ്പം എണീക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുഡിന് വേണ്ടി ഫുഡ് വെയിറ്റ് ചെയ്യിപ്പിച്ച്, ഇപ്പോൾ വരണ്ട, അവരെണീറ്റിട്ട് നമുക്ക് അങ്ങോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തൊക്കെ നിന്നിട്ടും അവർ പിന്നെ പോകുന്നില്ല. അതിൻ്റെ ദേഷ്യമാണ് ഈ ഏട്ടൻ്റെ മുഖത്ത് കാണുന്നത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഫുഡൊക്കെ നന്നായി കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പോൾ പിന്നെയും അടുത്ത മഴയ്ക്ക് മുമ്പ് പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഷോ ഒക്കെ കാണിച്ച് എനിക്ക് പോരാത്തുണ്ട്. എനിക്കൊരു സ്മോക്ക് ആൻഡ് ഹണി അൽഫാം വീട്ടിലേക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ എപ്പോഴും ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യലാണത്. എപ്പോഴും ലൈറ്റ്സ് ആണ്. എന്തെങ്കിലും ഫംഗ്ഷൻ നമ്മുടെ കനകൊന്ന് നോക്കിയാൽ എപ്പോഴും ലൈറ്റ്സ് ഉണ്ടാവും, നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ആ ലൈറ്റ്സൊക്കെ കണ്ട് യാശുവിന് ലൈറ്റ്സൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ നേരെ എവിടെ പോയി? വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ചായിട്ട് നമ്മളിങ്ങനെ അടുത്തടുത്ത് വീഡിയോസ് ഇടുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ.